Hi all, welcome to Tools Academy. So, നമ്മൾ ഇന്ന് ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആണ് കേടെക് സ്റ്റുഡൻസിന് വേണ്ടി കാറ്റഗറി 1 EVS സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് റിവിഷൻ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൂൾസ് അക്കാഡമിക്ക് ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വിസ് ആയിട്ട് ചെയ്യാനുണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ രീതിയിൽ തരുന്നത്. അപ്പൊ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകും. സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റാപ്പിഡ് റിവിഷൻ ആണ് എൻവയോൺമെന്റൽ സയൻസ് കാറ്റഗറി 1. സോ നമുക്കറിയാം ബീജാങ്കുരണം എന്താണെന്ന് അറിയാം അല്ലെ, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. നമ്മുടെ സിലബസ് തുടങ്ങുന്ന തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ബീജാങ്കുരണം? എന്താണ്? അനുകൂല സാഹചര്യങ്ങൾ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് എന്ത്? ബീജാങ്കുരണം എന്ന് പറയുന്നത്. പിന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെയൊക്കെയാണ്. റാഡിക്കല്, പ്ലുമ്യൂളൊക്കെ നോക്കുക. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ബീജമൂലമാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ്? ബീജമൂലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ എക്സാം എഴുതുന്നവർക്ക് റാഡിക്കിൾ. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. കണ്ടോ? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ്? ബീജമൂലമാണ് അല്ലെ. അത് ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. അതും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മുകളിലേക്ക് വളരുന്ന ശീർഷം. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കുക? ശീർഷം എന്ന് വെച്ചാൽ തലയാണ് അല്ലെ. അപ്പൊ മുകളിലേക്ക് വളരുന്നു അല്ലെ. പിന്നെ എന്തിനും ആദ്യം വേര് വേണം. അപ്പൊ ആദ്യം മുളയ്ക്കുന്ന എന്താണ്? ബീജമൂലം. നോക്കിയ മൂലം എന്ന് പറയുമ്പോൾ ആ ബേസ്, അതായത് വേര്, അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ബീജശീർഷം വളർന്ന് കാണ്ഡമാകുന്നു, സ്റ്റെം ആയിട്ട് മാറുന്നു അല്ലെ. അതേപോലെ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുമ്പോൾ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുമ്പോൾ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഏത് ആഹാരമാണ്? ബീജപത്രത്തിലെ, കോട്ടിലിഡൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ഇല ആണ് പൊതുവെ ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇല ഉണ്ടാകുന്നതിന് മുന്നം എന്തായിരിക്കും? ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്കറിയാം വിത്ത് വിതരണം പല രീതിയിലാണ്. കാറ്റ് വഴി, ജലം വഴി, ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിച്ചൊക്കെയാണ്. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ നോക്കി വെക്കുക, എക്സാമിന് ചോദിക്കും. മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്താണ്? ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, ഇതൊക്കെ എങ്ങനെയാണ്? ജന്തുക്കൾ വഴിയാണ് കേട്ടോ. ഇനി അപ്പൂപ്പൻ താടി, മഹാഗണിയൊക്കെ കാറ്റ് വഴിയാണ്. ജലം, തെങ്ങ്, പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന വെണ്ട, കാശിത്തുമ്പ എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ജൈവ കണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. അപ്പം പ്രധാനമായിട്ടും നമുക്കുള്ള ജൈവ കണങ്ങൾ: ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റ്; ശ്വേതകണം, ല്യൂക്കോപ്ലാസ്റ്റ്; വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. സോ ഹരിതകണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. എന്തിനു സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്വേതകരണം, ല്യൂക്കോപ്ലാസ്റ്റ്. നിറമുണ്ടോ? ഇല്ല അല്ലെ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നതാണ്. കൂടെ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നിറമില്ല. ഓക്കെ, നിറമില്ലാത്തതാണ് ശ്വേതകണം. ക്രോമോപ്ലാസ്റ്റ്, വർണ്ണകം. അപ്പൊ ഈ വർണ്ണകങ്ങൾ പലതരത്തിലുണ്ട്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ എന്ന് വെച്ചാൽ മഞ്ഞ നിറം കൊടുക്കുന്നു. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കൊടുക്കുന്നു. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാകമാകുന്നതിനനുസരിച്ച് ഹരിത കണങ്ങൾ വർണ്ണകങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൈവ കണങ്ങള്, അതേപോലെ പിഗ്മെന്റുകൾ ഓരോന്ന്. സാന്തോഫിൽ ഏത് നിറം? മഞ്ഞ. കരോട്ടിൻ ഏത് നിറം? മഞ്ഞ കലർന്ന ഓറഞ്ച്. ക്യാരറ്റിലൊക്കെ കൂടുതലുള്ളത് കരോട്ടിൻ ആണ്. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം കൊടുക്കുന്നു. ഇനി അടുത്ത വേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടൽ ചെടി അല്ലെ. കണ്ടൽ ചെടി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത്? കണ്ടൽ ചെടികൾ. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് ഉള്ളത് ഏതിനാണ്? ഈ പറയുന്ന കണ്ടൽ ചെടികൾക്കാണ് കേട്ടോ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ വേരിന്റെ അറ്റം
സിസ്റ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ആ ഇമേജ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂമാറ്റോഫോർസ്, അല്ലെങ്കിൽ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഇനി നോക്കിയേ, അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മരച്ചീനി എന്ന് പറയുന്നത് എന്താണ്? സംഭരണ വേരുകളാണ് കേട്ടോ. സ്റ്റോറേജ് റൂട്ടാണ്. അതായത് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. മരച്ചീനി എന്ന് വെച്ചാൽ കപ്പ അല്ലെ, ടപ്പിയോക്ക. അപ്പൊ സംഭരിച്ചു വെക്കുന്നത്, ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളിലാണ്. അപ്പൊ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി. ഇനി നോക്കിക്കേ, അതേസമയം നിങ്ങളോട് ചോദിക്കാം ഉരുളക്കിഴങ്ങ് എന്തിന് ഉദാഹരണമാണ്? എന്താണ്? എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണ്. എന്നാൽ എല്ലാം രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്. കണ്ടോ? ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്നു. ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും, ഇപ്പൊ മരച്ചീനി ഒരു കിഴങ്ങാണ് അല്ലെ, പക്ഷെ എല്ലാ കിഴങ്ങുകളും എന്തല്ല? സംഭരണ വേരുകളല്ല. പക്ഷെ അതൊക്കെ എന്താണ്? രൂപാന്തരം പ്രാപിച്ച കാണ്ഡം അല്ലെ, സ്റ്റെം രൂപാന്തരം പ്രാപിച്ച കേസുകൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ? അല്ല അല്ലെ. ചിലതൊക്കെ രൂപാന്തരം പ്രാപിച്ച കാണ്ഡമായിരിക്കും, സ്റ്റെമ്മുകളായിരിക്കും, മോഡിഫൈഡ് സ്റ്റെം ആയിരിക്കും. അപ്പൊ മോഡിഫൈഡ് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്ത്? ഭൂകാണ്ഡങ്ങൾ. ഉരുളക്കിഴങ്ങ് അതിന് എക്സാമ്പിൾ ആണ്. ഓർത്തു വെച്ചിരിക്കുക, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി വർഗസങ്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇനി സങ്കര ഇനം തെങ്ങ് മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ഇത് മൂന്നും തെങ്ങിന്റെ സങ്കര ഇനമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട് ഞാൻ, ഇതും കൂടെ പഠിക്കണം. ഏതിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ്? ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്ക. നിങ്ങൾ ഇപ്പം ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി PSC LDC പോലത്തെ LPUP പോലത്തെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം അല്ലെ. അതിനൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ചന്ദ്രലക്ഷ ഏതാണ്? ചന്ദ്രശങ്കര ഏതിനെയൊക്കെ ക്രോസ് ചെയ്തതാണ് എന്നൊക്കെ മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സങ്കര ഇനം നമ്മളോട് ചോദിക്കും പവിത്ര അല്ലെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള അന്നപൂർണ എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരം ഇനമാണ്? എന്തിന്റെയാണ്? നെല്ലാണ്. ഇത് കേട്ടിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതേപോലെ ഇതിൽ ഏതും ചോദിക്കാം. ജ്യോതിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ജ്യോതിക എന്താണ്? പയറാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ തക്കാളിയില് അക്ഷയ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, തക്കാളി. വെണ്ടയില് അനാമിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പച്ചമുളകില് ജ്വാലാമുഖി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറ്റുമെങ്കിൽ ഈ പേരുകളെല്ലാം തന്നെ പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പേര് വേണമെങ്കിലും ചോദിക്കാൻ, കാരണം ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് പേര് വേണമെങ്കിലും ചോദിച്ച് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണം, കാസർഗോഡ്. ഈ ചോദ്യം ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതേപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ഇത് രണ്ടും ധാരാളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണൂത്തി സർവകലാശാലയുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്നതാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ കേട്ടറ്റ് കൂടാതെ PSC പോലത്തെ എക്സാമുകൾക്കും ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനിയും അത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി അടുത്തതാണ്, ഇത് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. സെറികൾച്ചർ എന്താണ്? പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയാണ്. പിസി കൾച്ചർ മത്സ്യം, ഫ്ലോറി കൾച്ചർ പൂക്കൾ, എപ്പി കൾച്ചർ തേനീച്ച, ക്യൂണി കൾച്ചർ മുയല്. ഇത് ഇത്രയും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എപ്പി കൾച്ചറും പിസി കൾച്ചറും ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള, സെറി കൾച്ചറൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട് തന്നെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സെറികൾച്ചർ പട്ടുനൂൽ പുഴു, പിസി കൾച്ചർ മത്സ്യം, ഫ്ലോറി കൾച്ചർ ഫ്ലവർ, ഫ്ലോറി അല്ലെ പൂക്കൾ, അങ്ങനെ ഓർക്കാം. എപ്പി കൾച്ചർ തേനീച്ചയാണ്. ക്യൂണി കൾച്ചർ മുയലാണ് കേട്ടോ. അപ്പൊ ക്യൂണി കൾച്ചർ, എപ്പി കൾച്ചർ, സെറി കൾച്ചർ, പിസി കൾച്ചർ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ചിലപ്പോൾ ചോദിക്കാം ഹോർട്ടി കൾച്ചർ. ഹോർട്ടി കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പച്ചക്കറികളാണ് കേട്ടോ. അങ്ങനെ പല ഇതുണ്ട്, പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര വേണേലും നിങ്ങൾക്ക് നെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ ധാരാളം ആ ഒരു കോമ്പിനേഷൻ കിട്ടും. പക്ഷെ ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ഏറ്റവും മിനിമൽ ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്താണ് ടാക്സോണമി. ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ടാക്സോണമി എന്ന് പറയുന്നത് നമ്മുടെ കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും ഓരോ ടോപ്പിക് ഇതിൽ നിന്ന്, ഓരോ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ടാക്സോണമി? ഓർഗാനിസത്തിന് അവയുടെ സിമിലാരിറ്റീസും ഡിഫറൻസസിന്റെ ഒക്കെ ബേസിൽ സയന്റിഫിക്കലി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത് അല്ലെ. ഇനി കാർലസ് ലിനേഴ്സ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കാർലസ് ലിനേഴ്സ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാർലസ് ലിനേഴ്സ് തന്നെയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? RH വിറ്റാക്കർ. 3 ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചതാണ്. ഇനി 2 കിങ്ഡത്തിൽ ഏതൊക്കെയാ വരുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്ലാന്റ്, അനിമാലിയ. 5 കിങ്ഡത്തിൽ ഏതാണ് വരുന്നത്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഇനി അമീബ വരുന്നത് ഏതിലാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക. പ്രോട്ടിസ്റ്റയിലാണ് അമീബ വരുന്നത് കേട്ടോ. ബാക്ടീരിയാസ് എല്ലാം മൊനീറ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഫഞ്ചായി, പ്ലാന്റ്, അനിമ, അങ്ങനെ 5 എണ്ണമാണ്. ഇനി നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ഉള്ളൂ. നമ്മൾ പൊതുവെ 5 കിങ്ഡം വരെയാണ്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 കിങ്ഡം, അതായത് ബയോളജിയുടെ 8th ക്ലാസ് ബേസിക് സയൻസിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, ഏതൊക്കെയാണ് 6 കിങ്ഡം. ഈ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റം? നിങ്ങൾക്ക് അറിയാം 2 കിങ്ഡം കഴിഞ്ഞ് ആക്ച്വലി 3 കിങ്ഡം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഡീഷൻ വന്നാണ് 5 കിങ്ഡം. അപ്പൊ ഇതൊക്കെ പ്രപ്പോസ് ചെയ്ത് ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് 6 കിങ്ഡം? ഏതാണ് ഒരു എക്സ്ട്രാ കിങ്ഡം വന്നത്? ഈ 5 കിങ്ഡത്തിന്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആരാണ് പ്രപ്പോസ് ചെയ്ത 6 കിങ്ഡം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഒരു ടാക്സോണമിക്കകത്ത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമെയിൻ ആണ് 6 കിങ്ഡത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും തുടക്കം എവിടെയാണ് തുടങ്ങുന്നത്? സ്പീഷീസിൽ. ബേസിക് ആയിട്ടുള്ളത് സ്പീഷീസ് ആണ്. സ്പീഷീസ് കൂടി ജനസ്, പിന്നെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. 6 കിങ്ഡത്തിലാണ് ഡൊമെയിനിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്തത് വൈറ്റമിൻസ് എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിനിൽ വളരെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. വൈറ്റമിൻ KEDA, കേട എന്ന് ഓർക്കുക. അല്ലെങ്കിൽ അടക്ക് എന്ന് ഓർക്കുക അല്ലെ. കൊഴുപ്പ് കഴിച്ചു നമ്മൾ മരിച്ചു, നമ്മളെ അടക്ക്. അപ്പൊ ആ രീതിയിൽ 2 രീതിയിൽ ആലോചിക്കാം. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ Bയും Cയും ആണ്. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആൻഡ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ഇതിനെ ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് പല രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, എന്താ പറയാ, ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഏതാണ്? വൈറ്റമിൻ C ഒക്കെയാണ് അല്ലെ, കാരണം ജലത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ അതേപോലെ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വൈറ്റമിൻസ്, അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നോക്കണം? നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യില്ല. വൈറ്റമിനിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട വൈറ്റമിൻ, അവയുടെ രാസനാമങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം.
ഇനി ജീവകങ്ങളും രാസനാമങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കുന്ന? റെത്തറൈനി പാബിബഫോസെ അക്കാട്ടോഫി അല്ലെ? റെത്തറൈനി പാബിബഫോസൈ അക്കാട്ടോഫി. തുടക്കത്തിലുള്ള ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജീവകം എ റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 folic acid, B12 cyanocobalamin, ജീവകം C ascorbic acid, ജീവകം D calciferol, ജീവകം E tocopherol and ജീവകം K ഫിലോക്വിനോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസനാമങ്ങൾ കേട്ടറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. റെത്തറൈനി പാബിബഫോസൈ അക്കാട്ടോഫി. കണ്ടോ? ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റെത്തറൈനി പാബി ബഫോസൈ, ബഫോസൈ കണ്ടോ? സൈനോകൊബാലിമിന്റെ ആണ് സൈ. ഇനി അക്കാട്ടോഫി, അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ ആൻഡ് ഫിലോക്വിനോൺ. ക്ലിയർ ആണല്ലോ? ആ ഒരു കോഡില് ഓർത്തിരിക്കുക. ഇനി ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു കോഡ് ഉണ്ട്, മീൻസ് വേണ്ട, നിങ്ങളിപ്പോ ഇതിൽ ഓർത്തിരുന്നോളൂ. ഓക്കെ. ഇനി രോഗങ്ങളും രോഗകാരികളും. മറ്റേ കോഡ് വേണ്ടവര് നമ്മൾ ടോസ് അക്കാഡമിയുടെ തന്നെ വീഡിയോയിൽ വേറൊരു കോഡും കൂടെ, ഒരു കഥ പോലെ ഓർക്കുന്ന ഒരു കോഡും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജീവകങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അടുത്ത രോഗങ്ങളും രോഗകാരികളും. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഷഡ്പദങ്ങൾ. ഓക്കെ. ഇനി അതേപോലെ മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ജപ്പാൻ. നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാമ്പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഒക്കെ വായുവിലൂടെ പകരുന്നതാണ്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കോളറ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോളറയുടെ കാര്യം. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മൈലറ്റിസ് എന്നാണ് ജലത്തിലൂടെ പകരുന്നു. സമ്പർക്കത്തിലൂടെ പകരുന്ന കുഷ്ഠം, എബോളയും, അതേപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഷഡ്പദങ്ങൾ മന്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. മന്ത് ക്യൂലസ് പെൺകൊതുകുകളാണ്. മലേറിയ അനോഫിലസ് പെൺകൊതുകുകൾ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി, ചിക്കൻ ഗുനിയ ഈഡിസ് ഈജിപ്തി, മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്തി. ഓക്കെ. അപ്പം കൊതുക് പരത്തുന്നത് തന്നെയാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന അസുഖവും. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇത് സ്പെഷ്യലൈസ്ഡ് ആ കൊതുകിന്റെ പേരുകളുണ്ട്, അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പം ഇനി നമ്മുടെ പെഡഗോഗി ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക് ആണ് അല്ലെ? ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമിയിൽ എന്തൊക്കെയാണ്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇനി ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറി? ഇവിടെ എല്ലാം നൗണുകളായിരുന്നു അല്ലെ? ആ ടേം എല്ലാം ഇങ്ങോട്ടേക്ക് എന്തായിട്ട് മാറി? വെർബായിട്ട് മാറി അല്ലെ? റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. ഇത് ജസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ എക്സാമിന് ചോദിക്കും ഇതിൽ ഏതാണ് അല്ലെ? ഇപ്പൊ ഒരു 4 ഒക്കെ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പേര് തരും. എന്നിട്ട് ഇതിൽ ഇല്ലാത്തത് ഏത് ഡൊമൈൻ ആണ് എന്നൊക്കെ ചോദിക്കാം അല്ലെ? അപ്പൊ ബ്ലൂംസ് ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിരിക്കുക അല്ലെ? ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിനകത്ത് നൗൺ ആണ്, നൗൺ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അല്ലെ? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ബ്ലൂംസിലേക്ക് വരുമ്പോൾ നൗൺ എല്ലാം വെർബായി കണ്ട ING, റിമെമ്പറിങ്, കോംപ്രിഹെൻഷൻ മാറിയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ മാറിയിട്ട് അപ്ലൈ, അനാലിസിസ് മാറിയിട്ട് അനലൈസിങ്, സിന്തസിസ് മാറിയിട്ട് അവിടെ ഇവാലുവേഷൻ. കണ്ടോ? ഇങ്ങനെ ഒരു മാറ്റം വന്നു. ഇവിടെയാണ് ഇവാലുവേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹയർ ലെവൽ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ലെവലും കൂടെ ഏതിൽ വന്നു? അപ്പൊ ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ലെവൽ ഉള്ളത് ഏതിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവാലുവേഷൻ ഹയർ ലെവൽ ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിയിലാണ്. ക്രിയേറ്റിംഗ് ഹയർ ലെവൽ ആയിട്ടുള്ളത് എന്തിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ്. ഓക്കെ. ക്ലിയർ ആണല്ലോ?
ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അസ്ഥികളുടെയും പല്ലിന്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകം ഡി ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വൈറ്റമിൻസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കുറച്ച് പോയിന്റുകളൊക്കെ പഠിക്കാനുണ്ട്. അതെല്ലാം ഓർത്തു വെച്ചിരിക്കുക. അസ്ഥിയുടെയും പല്ലിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ജീവകം ഡി എന്ന് പറയുന്നത് അല്ലെ. ഇനി ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന് പറയുന്ന അസുഖം അല്ലെ. കണ അല്ലെങ്കിൽ റിക്കറ്റ് എന്ന് പറയുന്ന അസുഖം അല്ലെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് നോക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി, കണ്ണിന് 3 പാളികൾ ഉണ്ട് അല്ലെ. ആ പാളിയില് ഏതിലാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? ഏതിലാണ്? റെറ്റിനയിലാണ് അല്ലെ. റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ണിന്റെ അകത്ത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? യെല്ലോ സ്പോട്ട് അല്ലെ. യെല്ലോ സ്പോട്ട് അല്ലെ. ഇനി അതേപോലെ തന്നെ ഇതേപോലുള്ള കോശങ്ങൾ ഇല്ലാത്ത സ്പോട്ട് എന്താണ്? ബ്ലൈൻഡ് സ്പോട്ട്. എന്താ പറയാ? ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നമ്മുടെ EVSന്റെ ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ വളരെ ചെറിയ കാര്യങ്ങൾ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, എങ്കിൽ കൂടി അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ ബ്രഷപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഈ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾ പോകാവുള്ളൂ. പഠിക്കുക എന്ന് പറഞ്ഞാൽ തറവായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് റെഡിയായി വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിനെ സമീപിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ കേട്ടറ്റ് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് ഓരോ വർഷം കഴിയും തോറും പിന്നെ പഠിത്തത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ എപ്പോഴും പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കേൾക്കുക. എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന്റെ ഒക്കെ സമയത്ത് തന്നെ നമ്മൾ കേട്ടിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതല്ല, അത് കഴിഞ്ഞു പോയവരുണ്ട് അല്ലെ, അവരെ ചിന്തിക്കേണ്ടത് ഞാൻ എപ്പോൾ പഠിക്കണം എന്ന് വിചാരിക്കുന്നു ആ ടൈമാണ് എനിക്ക് ബെസ്റ്റ് ടൈം എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും എക്സാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. റാപ്പിഡ് റിവിഷൻ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകും. അപ്പോൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പം ഇങ്ങനെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഓർക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഓരോ ക്വസ്റ്റ്യൻ, ഇത് ടീച്ചറെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.